മലയാള ഭാഷയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പദമാണ് ജ്ഞാനസ്നാനം എന്നുള്ളത്. അതായത് ജ്ഞാനം കൊണ്ടുള്ള, അറിവ് കൊണ്ടുള്ള ഒരു കുളി. ഭാരതീയ പാരമ്പര്യങ്ങളിൽ സൂര്യസ്നാനം എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. സൂര്യ നമസ്കാരം എന്നൊരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ പറയാറുണ്ട് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുക എന്നൊക്കെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പിഴവുകൾക്ക്, കുറവുകൾക്ക്, തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്കെല്ലാം മുഖ്യ കാരണം അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്. ബൈബിളിൽ പറയുന്ന ആ നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ അറിവുണ്ടാകും എന്ന് കരുതി ആ പഴം പറിച്ചു തിന്ന ആദ്യ മാതാപിതാക്കൾക്ക് പറിച്ചു തിന്നതിന് ശേഷമാണ് മനസ്സിലായത് അത് അറിവില്ലായ്മ കൊണ്ടാണ് പറിച്ചു തിന്നത് എന്ന്. അപ്പോൾ അജ്ഞത എന്നുള്ളതാണ് ഏറ്റവും വലിയ അന്ധകാരം. അതിനെ ഇല്ലാതാക്കുന്നതിനുള്ള പല വഴികളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒന്നാണ് ജ്ഞാനസ്നാനം എന്നത്. ഇന്നത്തെ കാലത്ത് അതിനെ മതപരമായിട്ട് ഒതുക്കാറുണ്ടെങ്കിലും അതിന് സാർവഭൗമികമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ട്. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും, ഏത് വിശ്വാസ സംഹിതയിൽ ജീവിച്ചാലും ഒരു മനുഷ്യൻ്റെ മനസ്സ് ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടുന്നില്ല എങ്കിൽ അവൻ തമസിലാണ്, അന്ധകാരത്തിലാണ്. തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് എന്നുള്ള ഭാരതീയ വിചിന്തനം തന്നെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ ജ്ഞാന സ്നാനത്തിലാണ്. ഈശോ പറഞ്ഞു, ജലത്താലും പരിശുദ്ധാത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, സ്നാനപ്പെടുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കൈവശമാക്കുക സാധ്യമല്ല എന്ന്. നമ്മളിൽ ഈ അന്ധകാരം, അജ്ഞത എന്ന അന്ധകാരത്തെ നീക്കം ചെയ്ത് ജ്ഞാനമാകുന്ന, അതായത് ദൈവഭയമാണല്ലോ ജ്ഞാനത്തിൻ്റെ ഉറവിടം. ആ ദൈവഭയത്തിൽ നിന്നുളവാകുന്ന ആ ജ്ഞാനത്താൽ സ്നാനപ്പെടുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും യഥാർത്ഥ സ്വർഗീയ അനുഭവം, അറിവ് ലഭിക്കുകയില്ല. അപ്പോൾ എന്താണ് സ്വർഗം, എന്താണ് നരകം, എന്താണ് ഭൂമി, എന്താണ് ലോകം, എന്താണ് മനുഷ്യൻ, എന്തിനാണ് മനുഷ്യൻ, ഇതൊക്കെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കണമെങ്കിൽ അവനിൽ ജ്ഞാനം ഉണ്ടാകേണ്ടതുണ്ട്. ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടേണ്ടതുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ ബാല്യം മുതൽ തന്നെ പല പ്രവൃത്തികളും നമ്മുടെ അല്പസന്തോഷങ്ങൾക്ക് വേണ്ടിയോ അംഗീകാരങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ചെയ്തു കൂട്ടിയ, അജ്ഞതയുടെ ഫലമായിട്ട് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും ശീലങ്ങളായി മാറി. പക്ഷെ അത് ദുശ്ശീലങ്ങളാണ് എന്നറിഞ്ഞപ്പോഴത്തേക്കും വൈകിപ്പോയി. അപ്പം അജ്ഞതയാണ് പലപ്പോഴും മനുഷ്യനെ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും വിവേചനങ്ങളിലേക്കും എല്ലാം കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു, സഹോദരൻ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്? ആ ചോദ്യം കേട്ടാൽ തോന്നും ആ വ്യക്തിക്ക് എല്ലാ മതങ്ങളെക്കുറിച്ചും എല്ലാ ദൈവങ്ങളെക്കുറിച്ചും അവഗാഹമുണ്ട്, ജ്ഞാനമുണ്ട് എന്ന്. ആ ജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണ് എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. നീ നിൻ്റെ മുറിയിൽ കയറി
കതകടച്ച് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, യേശു ഈ കാര്യങ്ങൾ പഠിപ്പിച്ച അക്കാലത്ത് കടപ്പുറത്ത് നിന്നാണ് യേശു ഇതെല്ലാം പറഞ്ഞത്. ഇന്ന് തന്നെ കടപ്പുറത്തുള്ള വീടുകൾക്ക് പലതിനും വാതിലുകളില്ല. ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് വാതിലുകൾ എന്താണെന്നോ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ഒരു പക്ഷേ അറിവില്ലാതിരുന്നൊരു കാലത്താണ് യേശു അവരെ പഠിപ്പിച്ചത്. വാതിലടയ്ക്കുക. അപ്പോൾ ഈ വാതിൽ എന്നതുകൊണ്ട് ഈശോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സാകുന്ന വാതിലാണ്. അതടച്ചിട്ട് നമ്മൾ അതിനുള്ളിൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന വാതിലടച്ച് ഒന്ന് കണ്ണുപൂട്ടി ഒരു നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കയറുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവത്തെ നമുക്ക്, ആ ഉള്ളിലുള്ള സ്വർഗരാജ്യത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ വാതിലടയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അടയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലായ്പ്പോഴും തുറന്നു വെച്ചുകൊണ്ടാണ്. ലോകത്തെ കാണുന്നു, കേൾക്കുന്നു, സ്പർശിച്ചനുഭവിക്കുന്നു, രുചിച്ചറിയുന്നു. ഇവ കാര്യങ്ങളിലൂടെ നമ്മൾ അറിവ് നേടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈശോ പഠിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് അടച്ചു വെച്ച് നിൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിയുക, നിൻ്റെ ഉൾമുറിയിലേക്കൊന്ന് തിരിയുക, നിൻ്റെ മനസ്സിലേക്കൊന്ന് തിരിയുക. അപ്പോൾ തീർച്ചയായിട്ടും നിനക്ക് നിന്നെ തന്നെ കണ്ടെത്താനും നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ കണ്ടെത്താനായിട്ടും സാധിക്കും. ആ കണ്ടെത്തലിനെയാണ് നമ്മൾ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് വിളിക്കേണ്ടത്. ഈ വെളിച്ചം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തൃപ്തരായി. പിന്നെ നമ്മൾ പുറം ലോകം തരുന്ന അറിവോ ജ്ഞാനമോ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ജിജ്ഞാസ ഉണ്ടാവുകയില്ല. കുട്ടിക്കാലത്ത് നമുക്ക് പലപ്പോഴും ജിജ്ഞാസയായിരുന്നു. ആ ജിജ്ഞാസയാണ് പലപ്പോഴും പല തെറ്റുകളിലേക്ക് നമ്മൾ എത്തിച്ചതും. അപ്പോൾ നമ്മുടെ ജന്മനാ ഉള്ള ജിജ്ഞാസ അടങ്ങണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറണം. നമ്മുടെ തന്നെ ഉൾമുറിയിൽ കടന്ന് നമ്മളെ ദൈവത്തെ കണ്ടെത്തണം. നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തണം. ഈശോ പഠിപ്പിച്ചു, സ്വർഗരാജ്യം നിൻ്റെ ഉള്ളിൽ തന്നെ. അഹം ബ്രഹ്മാസ്തി. നീ ആരെ അന്വേഷിച്ചു വന്നോ അവൻ നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ ഉള്ളിൽ നോക്കാതെ വേറെ എവിടെയൊക്കെ നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെയൊന്ന് അടക്കം ചെയ്ത് നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ, വിചിന്തനം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് പല വെളിച്ച വഴികളും തുറന്നു കിട്ടും. നമുക്കറിയാം, നമ്മൾ തെറ്റിയെന്നുള്ള രണ്ടാമത്തെ കാരണം അശ്രദ്ധയാണ് പലപ്പോഴും നമ്മളെ വഴി തെറ്റിക്കുന്നത്. ഈ അശ്രദ്ധ ഉണ്ടാവാൻ കാരണവും അജ്ഞതയാണ്. മൂന്നാമത്തെ തെറ്റിലേക്ക് നയിക്കുന്ന കാര്യമാണ് അഹന്ത. ഈ അഹന്ത വരുന്നതും ജ്ഞാനമില്ലായ്മയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യ പാപത്തിന് കാരണമായിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്നാമതായ അജ്ഞതയെ നമുക്ക് ജ്ഞാനം കൊണ്ടും, അശ്രദ്ധയെ നമുക്ക് ധ്യാനം കൊണ്ടും, അഹന്തയെ നമുക്ക് വിനയം കൊണ്ടും എളിമ കൊണ്ടും നമുക്ക് അതിജീവിക്കാം. ഇങ്ങനെ പറയാറുണ്ട്, എല്ലാ പാപങ്ങളുടെയും അമ്മ എന്ന് പറയുന്നത് അഹന്തയാണ്, അഹങ്കാരം. എല്ലാ പുണ്യങ്ങളുടെയും അമ്മ എന്ന് പറയുന്നതോ എളിമയാണ്. മാലാഖമാർ പോലും പിഴച്ചുപോയി പിശാചുക്കളായത് അഹങ്കാരം കൊണ്ടാണ് എന്നാണ് പറയുക. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫാൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ പതനത്തിലേക്ക് പലപ്പോഴും
ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ പോലും നയിച്ചിട്ടുള്ളത് പലപ്പോഴും ഈ അഹങ്കാരം കൊണ്ടും അജ്ഞത കൊണ്ടും അശ്രദ്ധ കൊണ്ടുമാണ്. അപ്പോൾ നമുക്ക് ഈ അജ്ഞതയും അശ്രദ്ധയും അഹന്തയും ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം ആവശ്യമാണ്, ധ്യാനം ആവശ്യമാണ്, വിനയം ആവശ്യമാണ്. ഈ 3 പുണ്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാനായിട്ട് തീരുമാനിക്കുകയും അതിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ആ നിമിഷം മുതലാണ് നമ്മുടെ ജ്ഞാനസ്നാനം ആരംഭിക്കുന്നത്. അങ്ങനെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ദൃഷ്ടിയിൽ കുറ്റമറ്റവനായി ജ്ഞാനമുള്ളവനായി വളർന്നു എന്ന് പറയുന്നത് പോലെ നമുക്കും ഇനിയുള്ള കാലം, ശിഷ്ടകാലം, ജ്ഞാനവും ശ്രദ്ധയും വിനയവും ഉള്ളവരാകുവാനായിട്ട് തീരുമാനമെടുക്കാം. ആ ജ്ഞാനം കൊണ്ട് നമുക്ക് സ്നാനപ്പെടാം. ആ സ്നാനമാകട്ടെ യഥാർത്ഥ സ്നാനവും യഥാർത്ഥ ജ്ഞാനവും യഥാർത്ഥ ധ്യാനവും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് അർത്ഥപൂർണ്ണമാക്കാം. നമ്മുടെ ജീവനെ നമുക്ക് അനശ്വരമാക്കാം. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.